സുബർ സാറാണ്. നമ്മളിന്ന് 10ാം ക്ലാസ് CBSEക്കാർക്ക് വേണ്ടി ട്രിഗണോമെട്രിയിലെ ഒരു ക്വസ്റ്റനാണ് എടുത്തേക്കുന്നത്. ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു ചാപ്റ്ററാണ്. പ്രത്യേകിച്ച് ട്രിഗണോമെട്രിയും സർക്കിൾസ്, ടാൻജൻസ് ഇങ്ങനെയുള്ള കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിലെ ഏറ്റവും ബുദ്ധിമുട്ട് ട്രിഗണോമെട്രി തന്നെയാണ്. അതിനുള്ളിൽ ഏതും ടോപ്പിക് എടുത്താലും കുട്ടികൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ലാസ്റ്റ് പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞത്, അതാണ് എല്ലാവർക്കും പ്രശ്നം. ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് എല്ലാം മനസ്സിൽ വേണം, എല്ലാ റിസൾട്ടും. അപ്പോൾ നമ്മളായിരിക്കും റിസൾട്ട് എല്ലാം കാണാതെ പഠിക്കണം നല്ലതുപോലെ. ചോദിച്ചാൽ ഉടനെ നാക്കിൻ്റെ തുമ്പിൽ ഇങ്ങനെ നിൽക്കണം, അത്രയ്ക്ക് സ്പീഡിൽ നമ്മുടെ കയ്യിൽ വേണം. രണ്ടാമത്, ക്വസ്റ്റ്യൻ തന്നേക്കുന്നതിനുള്ളിലെ ടേംസുകൾ ആരൊക്കെയാണ്, ആൻസറിലെ ടേംസ് ആരാണ്, ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ടെങ്കിലേ ചില ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ എളുപ്പത്തിൽ തീർക്കാൻ പറ്റുള്ളൂ. ചില ഈസിയൊക്കെ കുഴപ്പമില്ല, പക്ഷേ ഇത്തിരി ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടികൾ അവിടെ വെച്ച് അത് നിർത്തേണ്ടി വരും. കാരണം അതിന് മെത്തേഡ് തന്നെ ചെയ്യാൻ അറിയില്ല. ഈ പ്രോബ്ലം തന്നെ എടുത്തു കഴിഞ്ഞാൽ നോക്കിക്കേ, ക്വസ്റ്റ്യൻ ഒരു വലിയ കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യനാണ്, പക്ഷേ ചെയ്തെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ളതിനൊക്കെ നിങ്ങൾ കവറപ്പ് ചെയ്തെങ്കിലേ പ്രയോജനമുള്ളൂ. പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മാത്സിനെ ഫുൾ മാർക്കിൽ എത്തിക്കുന്ന രീതിയിലുള്ള ക്ലാസ്, അതിൻ്റെ നോട്ട്സ്, പിന്നെ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ ബുക്കിലെറ്റ്, ലാസ്റ്റ് നമുക്ക് കേസ് സ്റ്റഡി, പിന്നെ ക്വസ്റ്റ്യൻ പാക്കേജ്. ഓക്കെ, ക്വസ്റ്റ്യൻ പാക്കേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിൽ നിന്ന് ഏതൊക്കെയാണ് എക്സാമിന് വേണ്ടി വരുന്നതെന്നുള്ളത് കൃത്യമായിട്ട് തന്ന് ലാസ്റ്റ് തരും. നിങ്ങളത് മാത്രം ലാസ്റ്റ് പഠിച്ചുകൊണ്ട് പോവുക. ഓക്കെ, അപ്പോൾ അതിന് ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 9846708540 കോൾ ചെയ്തോ, വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ, ജോയിൻ ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കുക. ടാൻ തീറ്റ പ്ലസ് സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ മൈനസ് സൈൻ തീറ്റ സീക് തീറ്റ പ്ലസ് 1 ഡിവൈഡ് ബൈ സീക് തീറ്റ മൈനസ് 1. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം LHS കൊണ്ട് എഴുതാം. LHS ഈക്വൽ ടു ടാൻ തീറ്റ പ്ലസ് സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ മൈനസ് സൈൻ തീറ്റ. ഇതാണ് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഓക്കെ, ഇവിടെ നമുക്കൊരു മാറ്റം നോക്കിക്കുക. ലാസ്റ്റ് സീക്കിലേക്കാണ് കിടക്കുന്നത് അല്ലേ, അതൊക്കെ ഒട്ടനെ അങ്ങോട്ട് എത്തത്തില്ല, പതുക്കെ പോകാം. ഇപ്പം നമ്മുടെ നിലവിൽ ഈ കിടക്കുന്ന ടേംസുകൾ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടാനുകളുണ്ട്, രണ്ട്, ഇവിടെയും ടാനുണ്ട്, ഇവിടെയും ടാനുണ്ട്. ഈ രണ്ട് ടാനുകളെയും സൈൻ ബൈ കോസ് ആക്കണം. ഓക്കെ, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ. ഓക്കെ, ബൈ ന്യൂമറേറ്റർ ശരിയായി. ഡിനോമിനേറ്ററും ടാൻ തീറ്റ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് മനസ്സിലാവും. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ സ്റ്റെപ്പുകളും എന്താണ് ചേഞ്ച് എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യമാകണം. നിങ്ങൾക്കറിയാവുന്ന റിസൾട്ട് വെച്ചുകൊണ്ട് ഇത് ശരിയാണെന്ന് ഉറപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളിത് പഠിച്ചു എന്ന് പറയും. അല്ലാതെ ഞാൻ പറഞ്ഞതുകൊണ്ട് വിശ്വസിച്ചു അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ മനസ്സിലും ടാൻ സൈൻ ബൈ കോസ്. ഓക്കെ, അപ്പോൾ നമുക്കത് മനസ്സിലായി. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പം നമുക്ക് ഈക്വൽ തന്നെ ഇവിടെ ഇടുന്നതാണ് എൻ്റെ കറക്റ്റ് കേട്ടോ. ഇവിടാണ് എൻ്റെ ഈക്വൽ, കാരണം വലിയ ഫ്രാക്ഷനാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ തന്നെ ഇവിടെയും വലിയ വലിയ ഫ്രാക്ഷൻസ് ആണ്. ഇവിടെയും നമ്മൾ ബൈ 1 വെച്ചുകൊണ്ട് മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒരു LCM എടുക്കണം. ഇവിടെയും ബൈ 1 വെച്ചുകൊണ്ട് മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ നോക്കിക്കേ. 1 ഇൻറ്റു സൈൻ തീറ്റ ആരാ മോനെ, സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ഇൻറ്റു 1 കോസ് തീറ്റ. അതൊക്കെ ആയല്ലോ. ബൈ ഇവിടെ ഇത് തന്നെയാണ് മോനെ, 1 ഇൻറ്റു സൈൻ തീറ്റ ആരാണ്, സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ഇൻറ്റു 1 കോസ് തീറ്റ. അങ്ങനെ വരുമ്പോൾ ഈ കോസ് തീറ്റകളെ നമുക്ക് എന്താക്കി കളയാം മോനെ, ക്യാൻസലാക്കി കളയാം. കോമൺ ഡിനോമിനേറ്റർ ആയി കഴിഞ്ഞാൽ ക്യാൻസലാക്കാം. ന്യൂമറലിലെ ഡിനോമിനേറ്ററും എന്ന് പറഞ്ഞാൽ ന്യൂമറലിലുള്ള ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്ററും ഡിനോമിനേറ്ററുള്ള ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റേഴ്സുകൾ സെയിം ആയി കഴിഞ്ഞാൽ വെട്ടിക്കളഞ്ഞു. ബാക്കിയുള്ള ടേംസുകളെ ഞാൻ അങ്ങോട്ട് എടുത്ത് എഴുതുകയാണ്. ദാറ്റ് ഈസ് സൈൻ തീറ്റ പ്ലസ് സൈൻ തീറ്റ കോസ് തീറ്റ ഓൺ ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ വരുമ്പോൾ സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ. ഇപ്പോൾ അത് ഓക്കെ ആയി. ഇനി ഇതിനെ വേണം നമ്മൾ പടിഞ്ഞ് ആൻസറിലെത്തിക്കാൻ. ഇപ്പം നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കുമ്പോൾ ചില കാര്യങ്ങൾ തോന്നും, ചിലർക്ക് അതും തോന്നില്ല. അതൊക്കെ നമ്മളിങ്ങനെ കേട്ടും കണ്ടും ഒക്കെയുള്ള പരിചയത്തിൽ വേണം പഠിച്ചെടുക്കാൻ. ന്യൂമറേറ്റർ വായിക്കണം. സൈൻ തീറ്റ പ്ലസ് സൈൻ തീറ്റ കോസ് തീറ്റ. അപ്പോൾ ഈ ടൈമിലും സൈൻ തീറ്റ ഉണ്ട്, ഈ ടൈമിലും സൈൻ തീറ്റ ഉണ്ട് കേട്ടോ. 1 2 ടേംസ് ആണോ, ഈ പ്ലസിന് ഇപ്പുറത്ത് ഒരു ടൈം.
ഓക്കെ, ഓരോ ടേം ഉണ്ട്. ഇവിടെയും സൈൻ തീറ്റ ഉണ്ട്. അപ്പോൾ ന്യൂമറേറ്ററിൽ നിന്നും ആരെ കോമൺ എടുക്കാം? സൈൻ തീറ്റ കോമൺ എടുക്കാം. അപ്പോൾ നമുക്ക് ന്യൂമറേറ്റർ സൈൻ തീറ്റ കോമൺ എടുത്തു. ഓക്കെ, സൈൻ തീറ്റ ഇൻറ്റു ബ്രാക്കറ്റിൽ വരും. ആര് വരും മോനെ? സൈൻ തീറ്റ തന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആരുണ്ട്? 1. കണ്ടോ, അവിടെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് അവിടെ 1. ഇവിടെ സൈൻ തീറ്റ പോയി കഴിഞ്ഞാൽ അവിടെ ബാക്കി ഒരാളുണ്ടായാൽ കോസ് തീറ്റ. ഓക്കെ, ഡിനോമിനേറ്റർ നോക്കിക്കഴിഞ്ഞാൽ സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ. ഹിയർ ഓൾസോ സൈൻ തീറ്റ ടേക്കൺ ആസ് കോമൺ ഇൻ ബ്രാക്കറ്റ് വി ഗെറ്റ് 1 മൈനസ് കോസ് തീറ്റ. ഓക്കെ, അതും ക്ലിയർ ആയി. അങ്ങനെ വരുമ്പോൾ നോക്കിക്കാൻ മോനെ, സൈൻ തീറ്റകളെ നമുക്ക് എന്തായി കളയാം? ക്യാൻസലാക്കി കളയാം. ബാക്കി നമുക്ക് 1 പ്ലസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് കോസ് തീറ്റ എന്നായി. ഓക്കെ, പക്ഷെ നമുക്ക് സീക്കാണ് വേണ്ടത്. കോസാണ് കിട്ടിയത്. കോസിനെ നമുക്ക് സീക്കിലോട്ട് മാറ്റാൻ ഉള്ള വഴി എന്ന് പറഞ്ഞാൽ കോസ് കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്തേക്കണം. ന്യൂമറേറ്ററിനെയും ഡിനോട്ടറിനെയും കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ 1, 2, 3, 4 ന്യൂമറേറ്റർ ഡിനോട്ടർ 4 ടേംസ് ഉണ്ട് അല്ലേ? ന്യൂമറേറ്റർ 2, ഡിനോട്ടർ 2, അങ്ങനെ ടോട്ടലി 4 ടേംസിനെയും കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഡിവൈഡിങ് ബൈ എന്തെന്ന് എഴുതണം? കോസ് തീറ്റ ഓൺ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാവരും ഡിവൈഡ് ചെയ്യുന്ന സ്റ്റെപ്പ് എഴുതാൻ പോവാണ്. ഈ 1ൻ്റെ താഴെ കോസ് തീറ്റ എഴുതി, പ്ലസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതിനെയും ഡിവൈഡ് ചെയ്തു, ഇതിനെയും ഡിവൈഡ് ചെയ്തു. ഇവിടെ അതുപോലെ തന്നെ 1 ബൈ കോസ് തീറ്റ മൈനസ് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. ഓക്കെ, മോനെ 1 ബൈ കോസ് തീറ്റ. 1 ബൈ കോസ് തീറ്റ കേട്ടാൽ എല്ലാവർക്കും അറിയാം എത്രയാണ്? സീക്ക് തീറ്റ അല്ലേ? 1 ബൈ കോസ് സീക്ക്. അപ്പോൾ നമുക്ക് സീക്ക് തീറ്റ എന്നായി. ഇത് കോസ് ക്യാൻസലായി, +1 ബൈ ഇവിടെയും 1 ബൈ കോസ് തീറ്റ ആരാ മോനെ? സീക്ക് തീറ്റ. കോസ് ക്യാൻസൽ, -1. ആൻസറായി കേട്ടോ, ആൻസറായി. സീക്ക് തീറ്റ +1 ഡിവൈഡ് ബൈ സീക്ക് തീറ്റ -1. കണ്ടോ, നമ്മൾ പോലും അറിയപ്പെടാതെ ആൻസറിൽ എത്തിപ്പെട്ടു. നമ്മൾ കുറച്ച് സ്റ്റെപ്പൊക്കെ ചെയ്തതേ ഉള്ളൂ. നമുക്കറിയാവുന്ന സ്റ്റെപ്സുകളെല്ലാം ഒന്ന് ചെയ്തു വന്നപ്പോൾ ആൻസറിൽ എത്തിപ്പെട്ടു. ഇതാണ് ട്രിഗണോമെട്രിയുടെ പ്രൂഫ്. അപ്പോൾ നമുക്ക് ഇതിനെ അല്ലാതെ കാണാതെ പഠിക്കുക എന്നുള്ളതായിരിക്കും കുട്ടികളുടെ ആദ്യത്തെ ജോലി. എങ്ങനെയെങ്കിലും ഇതൊക്കെ ഒന്ന് ചെയ്തെടുക്കണം. അങ്ങനെ എല്ലാം നമ്മൾക്ക് കാണാതെ പഠിച്ചൊരിക്കലും പറ്റില്ല. സ്റ്റാർട്ടിങ്ങിലൊക്കെ ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്വന്തം കഴിവ് മീൻസ് നമ്മൾ പഠിച്ചത് വെച്ചുകൊണ്ട് ഉപയോഗിക്കാൻ ശ്രമിച്ച് വേണം ആൻസറിലെത്താൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കണ്ട് നിങ്ങൾക്ക് മാക്സിമം ഇത് മനസ്സിലായെന്നുണ്ടെങ്കിൽ ഒട്ടും മടിക്കലുമനെ ഒന്ന് ഷെയർ ചെയ്തേക്കണം. കാരണം ഈ പ്രോബ്ലങ്ങളൊക്കെ പുതിയതാണ്, കുട്ടികൾക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ മനസ്സിലായെങ്കിൽ നല്ലൊരു പ്രയോജനമാണ്. അത് നിങ്ങളുടെ വഴിയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലതാണ്. ഗുഡ് ബൈ.